ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊരു അടപ്രഥമന്റെ റെസിപ്പിയാണ്. ഇത് സാധാരണ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒക്കെ എടുത്തിട്ടാണ്. ഇത് ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടാണ് ഈ പായസം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 25 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ടിന്ന് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു 400 ml വെച്ചിട്ടുള്ള 4 ടിന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് 2 ലിറ്ററോളം വരും തേങ്ങാപ്പാൽ ഉള്ളത്. പിന്നെ ഇതുപോലെ തന്നെ അട ഓരോന്ന് 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിന് എപ്പോഴും ഇരട്ടിയായിട്ടാണ് ശർക്കര എടുക്കുന്നത്. നമ്മൾ എത്ര അടയാണ് ഉപയോഗിക്കുന്നത് അതിന് ഇരട്ടിയായിട്ടാണ് ശർക്കര എടുക്കേണ്ടത്. അപ്പോൾ ശർക്കര ഒരു 1/2 കിലോയുടെ വീതം 2 എണ്ണം, അപ്പോൾ ഓൾമോസ്റ്റ് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഇത് ഉപയോഗിക്കത്തില്ല, ഒരു ചെറിയ കഷ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി, അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് മധുരം ഉണ്ടാവുന്നത്. അതല്ല, കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് 1 കിലോ തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അട വേവിക്കാനുള്ള വെള്ളം വെച്ചു കൊടുക്കാം. അത് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നന്നായിട്ട് കുറച്ച് വലിയ പാത്രത്തിൽ നന്നായിട്ട് നമ്മൾ ചുവപ്പ് ചോറൊക്കെ വേവിക്കുന്ന അത്രയും വെള്ളം വേണ്ടെങ്കിലും എന്നാലും നന്നായിട്ട് വേവണം. അട നമ്മൾ കുറേ വേവുള്ള സാധനമാണ്. നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മൾ പായസം ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പം നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ ശർക്കര പിടിക്കുകയില്ല. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അട വേവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് നന്നായിട്ട് തന്നെ അത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര നമുക്ക് ഒന്ന് പാനിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള ശർക്കര ഫുൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ചെറിയൊരു കപ്പിൽ 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അട വേവിച്ചിട്ട് ശർക്കര ഇട്ട് നമ്മൾ നന്നായിട്ട് അതിൽ വഴറ്റെടുക്കണം. അപ്പോൾ ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് ഒത്തിരി സമയം എടുക്കും, നമുക്ക് പെട്ടെന്നൊന്നും ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അത് ആവട്ടെ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് റിബൺ അടയാണ്. അപ്പോൾ അത് ഭയങ്കര ലോങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് രണ്ടും ശരിയാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് എല്ലാം കൂടി ഒട്ടി ചേർന്ന് പോവും. പിന്നെ അത് ഇളക്കിയെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കര ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ആയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ അട കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ടായിട്ടുണ്ട്. എന്നാൽ തന്നെയും ഇത് വെന്തിട്ടുണ്ടാവില്ല. കുറേ കൂടി നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ശർക്കര അരിച്ചെടുക്കാം. ഇത് അരിച്ചു കഴിഞ്ഞിട്ട് മുകളിലേക്ക് പത പോലെ വരുന്നുണ്ടല്ലോ, അത് ഈ ശർക്കരയുടെ അഴുക്കാണെന്നാണ് പറയണേ. അപ്പോൾ അതെല്ലാം നമുക്കങ്ങ് സ്പൂൺ കൊണ്ട് എടുത്ത് കളയാം. ഇതിപ്പോൾ കണ്ടോ, 1 കപ്പിൽ നിറച്ചാണ് നമ്മൾ ശർക്കര പാനി കാച്ചി വെക്കുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ശരിയായി വരത്തില്ല, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ കുറച്ചാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. അടയിൽ നന്നായിട്ട് പിടിച്ചെടുക്കും. അപ്പോൾ ഇടയ്ക്ക് അട ഒന്ന് വെന്തോന്ന് നോക്കിക്കോണം. അട വെന്തോന്ന് നമ്മൾ ചൂടോടുകൂടി നോക്കുമ്പോൾ വിചാരിക്കും അത് വെന്തോന്ന്. അപ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്. പിന്നെ ചവ്വരി ചേർക്കുന്നവരാണെങ്കിൽ അതും കൂടി ചേർക്കാം. അത് പ്രത്യേകം നമ്മൾ വേവിച്ചിട്ട് അതിനോടൊപ്പം ചേർക്കാം. ഞാനിപ്പോൾ ഇത് ചേർക്കുന്നില്ല. ഇപ്പോൾ അട നന്നായിട്ട് വെന്തു. അപ്പോൾ ഇത് നമുക്ക് അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. പിന്നെ അടുത്തൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ച അട ഉണ്ടല്ലോ, അതിൽ ചേർത്ത് ഒരു 5 മിനിറ്റ് ഇതിൽ വഴട്ടാം. ആ നെയ്യിലൊന്ന് 5 മിനിറ്റ് വഴട്ടാം. എന്നിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് ഈ ശർക്കരപ്പാനി നന്നായിട്ട് ഈ അടയിൽ പിടിച്ചിട്ട് ഈ അടയുടെ കളറൊക്കെ നന്നായിട്ട് മാറണം. നല്ലൊരു ബ്ലാക്ക് കളർ ആവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി അതിന് നന്നായിട്ട് ശർക്കര പിടിക്കണം. ആ അടയ്ക്ക് തന്നെ ഒരു മധുരം ഉണ്ടാവണം. അത്ര രീതിയിൽ നമുക്ക് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ 4 ടിന്ന് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ 3 ടിന്ന് ഞാൻ 2ാം പാലായിട്ട് യൂസ് ചെയ്യാനും 1 ടിന്ന് 1ാം പാലായിട്ട് യൂസ് ചെയ്യാനും അങ്ങനെയാണ് മാറ്റി വയ്ക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ 2ാം പാലായിട്ട് മാറ്റി വെച്ചേക്കുന്ന ആ 3 ടിന്ന് പാലിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പായസത്തിൽ മിക്സായി റെഡിയായി വരുമ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ 1ാം പാല് ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി. അത് 1 ടിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് ഈ അടയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നുണ്ടത്. അപ്പോൾ നോക്കിയാൽ അറിയാം അടയുടെ കളർ കുറേ മാറിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ 3 ടിന്ന് പാലും 2 കപ്പ് വെള്ളം ചേർത്ത് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യും. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യും. നന്നായിട്ട് തിളച്ച് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക അവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഹോളായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചുക്കുപൊടിയും ചേർക്കാം. ഇപ്പം ഞാനൊരു 1.5 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അല്ലാതെ തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ആ ചൂടിലിരുന്നുകൊണ്ട് തന്നെ അത് വെന്തോളും. അപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ കിട്ടും പായസം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ടും റൈസിൻസും തേങ്ങക്കൊത്തും വറുത്ത് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 2-3 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം കാഷ്നട്ട് വറുത്ത് മാറ്റാം. എന്നിട്ട് റൈസിൻസ് പിന്നെ തേങ്ങക്കൊത്തും വറുത്ത് മാറ്റാം. ഇപ്പം ഈ നെയ്യ് തന്നെയാണ് 3ഉം വറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് പായസത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ടിന്നിൽ വാങ്ങി തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ടേസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഡയറക്റ്റ് എടുത്ത് ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.